ബംഗാൾ ഉൾക്കടലിൽ ചരക്ക് കപ്പൽ മുങ്ങി അപകടം. കപ്പലിൽ 24 ചൈനീസ് പൗരന്മാർ. അപകടം ഒഡീഷയിൽ നിന്ന് ചൈനയിലേക്ക് ഇരുമ്പേരുമായി പോകുന്നതിനിടെ. രക്ഷാപ്രവർത്തനം തുടരുന്നു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വെട്ടിമുറിക്കലിൽ പ്രതിഷേധം കനത്തു. വിമർശനം കടുപ്പിച്ച് കേരള എംപിമാർ റിപ്പോർട്ട് തേടി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പാലക്കാട് ഡിവിഷനെ വിഭജിക്കുന്നത് കേരളം അറിയാതെ. കേരളത്തിന്റെ റെയിൽവേ വരുമാനത്തിൽ കടുത്ത നഷ്ടമുണ്ടാകും. ട്രെയിനുകളുടെ സമയക്രമത്തിലും തിരിച്ചടിക്ക് സാധ്യത. മാസപ്പടി കേസിൽ ആരോപണങ്ങളെ ശക്തമായി പ്രതിരോധിക്കാൻ CPM. MP ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗം ഇന്ന് കോഴിക്കോട് മുതലക്കുളത്ത്. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ പ്രതികളുടെ ജാമ്യം റദ്ദാക്കാനുള്ള നടപടികളിലേക്ക് പോലീസ്. പ്രതികളായ CPM നേതാക്കൾ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തത് വിവാദത്തിൽ. CCTV വാങ്ങിയതിന്റെ പണം നൽകിയില്ലെന്ന് ആരോപിച്ച് വീട് കയറി ആക്രമണം. അതേ CCTV വഴി പ്രതികളെ തിരിച്ചറിഞ്ഞു. അതിക്രമമുണ്ടായത് തൃശൂർ കേച്ചേരിയിലെ വിമീഷിന്റെ വീട്ടിൽ. ആക്രമണം പോലീസ് അന്വേഷണം നടക്കുന്നതിനിടയിൽ. കൊച്ചി മെട്രോ പദ്ധതിയുടെ പേരുമാറ്റത്തിൽ സംസ്ഥാന സർക്കാർ തീരുമാനം ഉടനുണ്ടാകും. പേരുമാറ്റ നടപടികൾ നിർത്തിവെച്ച് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്. തീരുമാനിക്കാനുള്ള സർവാധികാരം സർക്കാരിനെന്ന് വിശദീകരണം. അപേക്ഷ നൽകിയത് കേന്ദ്ര മാനദണ്ഡം അനുസരിച്ച്. സർക്കാർ തീരുമാനം അറിയിക്കാതെ തുടർ നടപടികളിലേക്ക് ഇല്ലെന്നും KMRL. കോളിവുഡിനെ നിശ്ചലമാക്കാൻ തമിഴ് സിനിമാ നിർമ്മാതാക്കൾ. സെപ്റ്റംബർ 1 മുതൽ സമ്പൂർണ്ണ സമരം. പ്രതിഷേധത്തിന് വഴിവെച്ചത് OTT റിലീസുമായി ബന്ധപ്പെട്ട് തിയേറ്റർ ഉടമകളും നിർമ്മാതാക്കളും തമ്മിലുള്ള സമരം. തിയേറ്ററിലെത്തി 8 ആഴ്ച കഴിഞ്ഞേ OTT റിലീസ് പാടുവെന്ന് ഉടമകൾ. ഗുരുവായൂരിൽ ഇന്ന് വിവാഹങ്ങളിൽ റെക്കോർഡ്. ഇന്ന് നടക്കുന്നത് 437 വിവാഹങ്ങൾ. ആദ്യ മണിക്കൂറിൽ നടന്നത് 67 വിവാഹ ചടങ്ങുകൾ. തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണം.